ഇനി ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ ആവേശം അതിങ്ങനെ വാനോളം ഉയരുമ്പോൾ കാസർഗോഡ് പടന്ന ചൊക്കിക്കണ്ടത്തെ ശശിധരന് വീട്ടിലെ കട്ടിലിരുന്ന് കളി കാണാനാണ് നിയോഗം. പഴയകാല ഫുട്ബോൾ താരം കൂടിയായ ശശിധരൻ തെങ്ങുകയറ്റത്തിനിടെ വീണാണ് നട്ടലിന് പരിക്കേറ്റ് അങ്ങനെയാണ് കിടപ്പിലാവുന്നത്. അരയ്ക്ക് താഴേക്ക് ചലനശേഷി ഇല്ലെങ്കിലും ഫുട്ബോൾ ആവേശത്തിൽ യാതൊരു തളർച്ചയുമില്ല. മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയുടെ കടുത്ത ആരാധകനാണ് ശശിധരൻ. ഇരുമ്പിയാർക്കും തിരമാലകൾ പോലെ ഇടനെഞ്ചു പിടയും ഇടിനാദങ്ങൾ പോലെ ഇനിയും ഒരംഗത്തിനു ബാല്യവുമായി, ഇനിയും ഒരംഗത്തിനു വീര്യവുമായി. പടക്കുതിരകളായി പോരിനിറങ്ങിയ പഴയ കാലം ഇനിയും പിറക്കും. പകരക്കാരനില്ലാത്ത പോരാളിയായി പുതുകാലം ഇനിയും രചിക്കും. അതിജീവനത്തിനായി അഗ്നിപരീക്ഷണം നേരിടുന്ന ശശിധരന് കാൽപന്ത് കളി എന്നും ആവേശമാണ്. മറ്റൊരു ഫുട്ബോൾ മാമാങ്കത്തിന് കൂടി കിക്ക് ഓഫ് ആയപ്പോൾ പടന്ന ചൊക്കിക്കണ്ടത്തെ വീട്ടിലെ കട്ടിലിലിരുന്ന് കളികൾ കാണാൻ കഴിയുന്നതിന്റെ ആവേശത്തിലാണ് ശശിധരൻ. പഴയകാല ഫുട്ബോൾ താരം കൂടിയായ ശശിധരൻ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ടീമിന്റെ കടുത്ത ആരാധകനാണ്. ജർമ്മനി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നിരന്തരമായ ഒരു ആഞ്ഞടിക്കുന്ന ഒരു ടീം പോലെ. അവർ അന്ന് റൂഡി വോൾഡറൊക്കെ ഉള്ള സമയത്താണെന്ന് തോന്നുന്നു എനിക്ക് ആ ടീമിനോട് ഇഷ്ടപ്പെടാൻ കാരണം. ക്രിസ്മാൻ മാത്യൂസ് അവരൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ആ ജർമ്മനിയോടിലെ വലിയൊരു ഇഷ്ടം തോന്നി. ഏറ്റവും വലിയ ഇഷ്ടവും ഈ ലോകകപ്പ് ഫുട്ബോൾ. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു കപ്പ് നേടാൻ തന്നെയുള്ള ഒരു വരവ് തന്നെയാണ് നഗൽസ്മാൻ ഈ പുതിയ കോച്ചായിട്ട് വരുന്ന ടീം ഒരുങ്ങുന്നത്. വലിയ പറമ്പ് പഞ്ചായത്തിലെ തൃക്കരിപ്പൂർ കടപ്പുറം സ്വദേശിയായ ശശിധരൻ 2010 ഡിസംബർ 8 തെങ്ങുകയറ്റ തൊഴിലിനിടയിൽ തെങ്ങിൽ നിന്നും വീണ് നട്ടെല്ലിന് പരിക്കേറ്റ് കിടപ്പിലായത്. സാരമായി പരിക്കേറ്റ ശശിധരനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയെങ്കിലും അരയ്ക്ക് താഴേക്ക് ചലനശേഷി നഷ്ടമായി. പടന്ന ചൊക്കിക്കണ്ടത്തായി പിന്നീട് താമസം. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശശിധരൻ ഇപ്പോൾ വായനയുടെയും എഴുത്തിന്റെയും കാൽപന്ത് കളി ആസ്വാദനത്തിന്റെയും ലോകത്താണ്. യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ ഉൾപ്പെടെ വിവിധ മത്സരങ്ങൾ ടെലിവിഷനിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ആസ്വദിക്കുന്ന ശശിധരൻ ഈ ലോകകപ്പിലെ മുഴുവൻ മത്സരങ്ങളും കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്ത് ഉറക്കമൊഴിച്ചിട്ട് കാണും. അവിടുന്ന് ഇപ്പം ഞാൻ വീണിട്ട് തന്നെ 15 വർഷത്തിലധികമായി. അന്നും കാണുന്നുണ്ട്. ഈ വീണിട്ട് ഈ ഒരു അവസ്ഥയിലും കഴിഞ്ഞ ലോകകപ്പല്ലേ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഒന്നാമതെന്ന് വെച്ചാൽ 4 വർഷം വേഗം ആയില്ലെങ്കിൽ എന്നുള്ള ഒരു ഇതായിരുന്നു ഞാൻ ധൃതിയിലുണ്ടായി. ഇപ്പോൾ അടുത്തെത്തിയോണ്ട് അതിനൊരു വളരെ ആവശ്യമുണ്ട്. എല്ലാ ടീമിനും ഇഷ്ടമാണ്. അത് ഓരോ കളിക്കാർ ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എല്ലാ കളിക്കാരും ഉണ്ട്. ചെറുപ്പകാലം മുതൽ വായനയ്ക്ക് സമയം കണ്ടെത്തിയ ശശിധരൻ കിടപ്പിലായപ്പോഴും അടുത്തുള്ള വായനശാലയിൽ നിന്നും സുഹൃത്തുക്കൾ വഴി പുസ്തകങ്ങൾ വീട്ടിലെത്തിച്ചാണ് വായന തുടർന്നു വരുന്നത്. നീരുറവ, ചിറകറ്റ പക്ഷികൾ എന്നീ കവിതാ സമാഹാരങ്ങൾ വോയിസ് ഓഫ് പടന്നയുടെ സഹായത്തോടെ പുറത്തിറക്കി. പടന്ന സഹോദര ബുക്സ് ഇദ്ദേഹത്തിന്റെ 2 കഥകളും പുസ്തക രൂപത്തിലാക്കി. 2015 യുവകലാ സാഹിതിയുടെ പുരസ്കാരം പ്രണയം എന്ന കവിതയ്ക്ക് ലഭിച്ചു. സാമൂഹ്യ നീതി വകുപ്പ് 2021 ഭിന്നശേഷി ദിനാചരണ ഭാഗമായി നടത്തിയ കഥാരചനാ മത്സരത്തിൽ സ്നേഹതീരത്തെ തണൽ മരങ്ങൾ എന്ന കഥ 1ാം സ്ഥാനം നേടി. എഴുത്തുകാരുടെ ഡയറക്ടറിയിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഭാര്യ ലീലയും ബിരുദാനന്തര ബിരുദധാരിയായ ഏകമകൾ ശശികലയും ശശിധരന്റെ കളി ആസ്വാദനത്തിന് പിന്തുണയേകുന്നുണ്ട്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.